ഇന്ത്യ ഇംഗ്ലണ്ട് നാലാമത്തെ T20 ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. തോൽക്കേണ്ട മത്സരമാണ് ഇന്ത്യ അവസാനം തിരിച്ചു പിടിച്ചത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ലാസ്റ്റ് ഓവർ വരെ കളി ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് ഹർഷിത് റാണയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനൊരു നെഞ്ചിടിപ്പോടെയാണ് ഇന്നത്തെ മാച്ച് നോക്കിക്കണ്ടത്. ആര് ജയിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ത്യ ഇന്ന് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫീൽഡിങ്ങിൽ. അതുപോലെ ബാറ്റിങ്ങിലെ മുൻനിര വിക്കറ്റുകൾ പെട്ടെന്ന് പോയതാണ് പണിയായത്. സഞ്ജു, തിലക്, സൂര്യ ഈ മൂന്ന് താരങ്ങളും ഒരു ഓവറിൽ ഔട്ടായപ്പോൾ ഇന്നത്തെ മാച്ച് ഞങ്ങൾ തോൽക്കുമെന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ പിന്നീട് പാണ്ഡ്യയും ശിവൻ ദുബെയുമാണ് ഇന്ത്യൻ ടീമിന്റെ രക്ഷയ്ക്കെത്തിയത്. എങ്കിലും സെക്കൻഡ് ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് മികച്ച കളി പുറത്തെടുത്തു. ആ സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും സമ്മർദ്ദമുണ്ടായിരുന്നു. കളി ഞങ്ങൾ തോൽക്കുമെന്ന് തോന്നിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് വിജയം സമ്മാനിച്ചത് ഹർഷിത് റാണയാണ്. അവന്റെ മികച്ച ബൗളിംഗ് ആണ് കളി തിരിച്ചു പിടിച്ചത്. ഇന്ത്യയുടെ താരങ്ങളെല്ലാവരും നന്നായിട്ട് ഫോം ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കളി വെച്ച് T20 വേൾഡ് കപ്പിൽ കളിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ ടീം കുറച്ചും കൂടി നന്നായിട്ട് കളിക്കണം. ഇന്നത്തെ മാച്ചിലുണ്ടായ തെറ്റുകൾ കണ്ടെത്തി അടുത്ത മത്സരത്തിൽ ഇതിനേക്കാൾ മികച്ച കളി ഇന്ത്യ കാഴ്ചവെക്കും. ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. തോൽക്കേണ്ട മത്സരമാണ് അവസാനം ഇന്ത്യ പിടിച്ചെടുത്തത്. പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് ഹർഷിത് റാണയ്ക്കാണ്. ആ ഒരു ഓവറാണ് കളി മാറ്റിമറിച്ചത്. അതുപോലെ വരുൺ ചക്രവർത്തി മികച്ച ബൗളിംഗ് പുറത്തെടുത്തു. സഞ്ജു ഇന്ന് ബാറ്റിംഗിൽ ഫോം ആയില്ല. അതുമാത്രമല്ല, സഞ്ജു കീപ്പിംഗിൽ മോശമായിരുന്നു. ഇന്ത്യൻ ടീമിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ബാറ്റിംഗിലാണ് ഇന്ത്യക്ക് പണിയാവുന്നത്. ശരിക്കും ഇന്ന് 200+ റൺസ് ഇന്ത്യക്ക് അടിക്കാമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ 3 വിക്കറ്റ് പെട്ടെന്ന് പോയതാണ് പണിയായത്. എന്തായാലും ഇന്ത്യ പരമ്പര നേടിയിരിക്കുകയാണ്. 3-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ T20 വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.